വെൽക്കം ടു എയർലിങ്ക് കാസിൽ ഹോട്ടൽ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ ചൈനീസ് ഷെഫ് മിസ്റ്റർ റാമാണ്. ഞങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഒരു ഡിഷ് ത്രെഡ് ചിക്കൻ വിത്ത് റിംഗ് ഓനിയൻസ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്ത ചിക്കൻ, റിംഗ് ഓനിയൻസ്, വൈറ്റ് പെപ്പർ പൗഡർ, ഗാർലിക്, സെലറി, ചോപ്ഡ് ഓനിയൻസ്, ജിഞ്ചർ, salt, മൈദ, കോൺഫ്ലോർ, സം സ്പ്രിംഗ് ഒനിയൻ ഫോർ ഗാർണിഷ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചില്ലി പേസ്റ്റാണ്. അത് വളരെ കുറച്ച് മതി. അപ്പോൾ വിൽ സ്റ്റാർട്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ചിക്കൻ ഫ്രൈ ചെയ്യണം. നമ്മളിതിനെ ഒരു ചൈനീസ് ബാറ്റർ അടിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് ആദ്യത്തെ കുക്കിംഗ് പ്രോസസ്സ്. സം കോൺഫ്ലവർ, സം മൈദ, പുട്ട് സം സോൾട്ട്, ലിറ്റിൽ അജിനോമോട്ടോ, സം പെപ്പർ പൗഡർ, ഷുഗർ, കുറച്ച് മുട്ട. ഇത് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് മുട്ട. ഇതാണ് നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ശകലം കുറച്ച് വെള്ളം ചേർക്കണം ഈ ബാറ്ററിൽ. നല്ലവണ്ണം മിക്സ് ചെയ്യുക. നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മൾ ചിക്കൻ സ്ട്രിപ്സിന് മസാല ഇട്ടു. അതിനുശേഷം മൈദ, കുറച്ച് മുട്ട, ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു ബാറ്റർ രൂപത്തിലാക്കി. ഇനി ഇതിനെ നമുക്ക് നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിതിനെ ഓയിലിലേക്ക് ഇടുകയാണ്. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ചിക്കൻ സ്ട്രിപ്സിനെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ഓയിലിൽ. നമ്മൾ ഓയിൽ നല്ലവണ്ണം ചൂടായി. നമ്മൾ അതിലേക്ക് ചിക്കനെ ഇടും, ഫ്രൈ ആക്കി ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റണം. ഇത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിവിടെ സോസ് ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കിതിൻ്റെ സോസ് ശരിയാക്കാം. നമ്മളൊരു പാൻ വെച്ചു. നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്, ചോപ്ഡ് ജിഞ്ചർ, ചോപ്ഡ് ഓണിയൻസ്, സം സെലറി. ഇത് നല്ലവണ്ണം വഴറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ്റെ സോസാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് എന്താ പറയുക, കഴിക്കുമെന്നാണ്, നമ്മുടെ ഡൈജഷനും ഒക്കെ നല്ലതാണ്. ബ്രസ്റ്റ് പീസ് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കഴിക്കാം നല്ലവണ്ണം. നമ്മൾ അതിലേക്ക് കുറച്ച് ചില്ലി പേസ്റ്റ് ചേർത്തു. കുറച്ച് ടൊമാറ്റോ സോസ്, അതിലേക്ക് കുറച്ച് വെള്ളം, ചോക്കോ വെള്ളം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. നമ്മൾ ചില്ലി പേസ്റ്റ് ചേർത്തു, അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്തു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അതിനെ നമ്മൾ നല്ലവണ്ണം സോട്ട് ചെയ്തു. സോൾട്ട്, പെപ്പർ പൗഡർ, സം ഷുഗർ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായി കഴിഞ്ഞു. ചിക്കനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിൻ്റെ സോസ് ഏകദേശം കുക്കായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസും ഫ്രൈ ചെയ്ത ചിക്കനും തമ്മിൽ നല്ലവണ്ണം മിക്സായി. ഇത് നമുക്ക് വീട്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും വന്നാലോ ഒക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി സെർവ് ചെയ്യാം. പിന്നെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ത്രെഡ് ചിക്കൻ വിത്ത് റിംഗ് ഒനിയൻസ്. ഈ പാനിൽ തന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിംഗ് ഒനിയൻസ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ പാനിൽ തന്നെ സെയിം സോസിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ശരിക്കും ചൈനീസ് ഡിഷ് എന്ന് പറഞ്ഞാൽ റോ ടേസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ചൈനീസിൽ നമുക്കൊരു കുക്കിംഗ് വളരെ വെജിറ്റബിൾസൊക്കെ വളരെ ലൈറ്റായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. നമുക്കിതിനെ ഈ റിംഗ് ഒനിയൻസ് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് ത്രെഡ് ചിക്കൻ വിത്ത് റിംഗ് ഒനിയൻസ്. ഇത് ചൈനീസിലെ നല്ലൊരു സ്റ്റാർട്ടറാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് എയർലിങ്ക് കാസിലിൻ്റെ സ്പെഷ്യലാണ്.